മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങി ചിന്ത പബ്ലിക്കേഷൻസിന്റെ ഫ്ളാറ്റിലേക്ക് മാറുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. വാർത്തകൾ വന്നിരുന്നത്. അതിനുവേണ്ട സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു എന്ന് കേൾക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസിനടുത്തുള്ള ഒരു വാടക വീട്ടിലേക്ക് മാറിയത്. വലിയ തോതിൽ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത നൽകി. മാത്രമല്ല, ക്ലിഫ് ഹൗസിൽ നിന്ന് എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഒരു സാധാരണ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ എന്ന് പറഞ്ഞ പരിഹാസ്യമായ ചില കമന്റുകളും ട്രോളുകളും ഒക്കെ കാണാനിടയായി. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹം നടൻ മോഹൻലാലുമായി നടത്തിയ അഭിമുഖത്തിലെ ചില വാക്കുകൾ, ചില മറുപടികളൊക്കെ തന്നെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇദ്ദേഹം വൈദ്യുതി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി ആകാൻ പോയില്ലേ, അന്നേരം വാടക വീട്ടിലേക്കാണ് മാറിയത്, ഒരു മനപ്രയാസവും എനിക്ക് അന്ന് ഉണ്ടായില്ല എന്ന് മോഹൻലാലിനോട് പറഞ്ഞ വാക്കുകൾ. ഒപ്പം എന്താണോ ഉള്ളത് അതുകൊണ്ട് ജീവിക്കുക, അതിൽ സന്തോഷിക്കാൻ കഴിയണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്താണോ ഉള്ളത് അതുകൊണ്ട് ജീവിക്കുക. വാടക വീടെങ്കിൽ വാടക വീട്, ഫ്ളാറ്റ് എങ്കിൽ ഫ്ളാറ്റ്, ക്ലിഫ് ഹൗസ് എങ്കിൽ ക്ലിഫ് ഹൗസ്, മണിമന്ദിരമെങ്കിൽ മണിമന്ദിരം, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടൽ എങ്കിൽ 5 സ്റ്റാർ ഹോട്ടൽ, ഏതിലായാലും മനസ്സമാധാനത്തോടെ കഴിയുക, സന്തോഷത്തോടെ കഴിയുക. അവിടെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായാൽ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു മനസ്സാണ് തനിക്കുള്ളത് എന്ന കാര്യം പിണറായി വിജയൻ വ്യക്തമാക്കിയതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിട്ടുണ്ട്. ഏത് സ്ഥാനത്തിരുന്നാലും പ്രത്യേക നിയോഗത്തിന്റെ ഭാഗമാണെന്ന് കാണണം. എപ്പോഴെങ്കിലും അവിടുന്ന് മാറേണ്ടി വരും. അത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാലാകാലങ്ങളോളം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മരണം വരെ തുടരാൻ പറ്റില്ലല്ലോ. ഒരു സ്ഥാനത്തും പറ്റില്ല. പാർട്ടി സെക്രട്ടറി ആയിട്ടും പറ്റില്ല, മുഖ്യമന്ത്രി ആയിട്ടും പറ്റില്ല, മന്ത്രിയായിട്ടും പറ്റില്ല, എന്തിനാ പ്രധാനമന്ത്രിയായിട്ട് പോലും പറ്റില്ല. അപ്പം ഒരു സ്ഥാനത്തിരിക്കുന്നത് ഒരു നിയോഗങ്ങളാണ്. കാലത്തിന്റെ നിയോഗമെന്നോ നമ്മുടെ വിധിയുടെ വിളയാട്ടമെന്നോ ഒക്കെ പറയുന്ന പോലെ നമുക്ക് ഓരോ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു. പക്ഷേ ആജീവനാന്തം ആ ഒരു സ്ഥാനത്ത് തുടരാനോ അല്ലെങ്കിൽ അതുപോലെ അതിന്റെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് മുമ്പോട്ട് പോകാനോ പറ്റില്ല. 40 കാറും 50 കാറും അല്ലെങ്കിൽ ആംബുലൻസും 100 പേരുടെ അകമ്പടിയും ഒന്നും പറ്റില്ല എന്നുള്ള കാര്യം അന്നേ അദ്ദേഹം പറഞ്ഞിരുന്നു. അതും ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു. ആ ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇപ്പോൾ മാറണം എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസവും ഉണ്ടാകരുത്. അതായത് ഒരാൾ ഓടി വന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് മാറണം, മാറിയേ പറ്റൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കാലം ഇവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും പെട്ടിയും എടുത്ത് ഇറങ്ങാൻ നമുക്ക് കഴിയണം എന്ന് മോഹൻലാലിനോട് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമാവുകയാണ്. ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ മോഹൻലാലിന് നൽകിയ അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഒരു വ്യക്തിയെ പറയുകയല്ല. അദ്ദേഹം സാധാരണഗതിയിൽ ജീവിച്ചു വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. എന്തൊക്കെയായാലും ശരി, ഒരു മുൻ മുഖ്യമന്ത്രി എന്നുള്ള പ്രിവിലേജ്, അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം ബേക്കറി ജംഗ്ഷനിൽ വീടെടുത്തു, അദ്ദേഹം പ്രതിപക്ഷ നേതാവാവുകയാണെങ്കിൽ അദ്ദേഹം വീണ്ടും കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക അവസ്ഥയിലേക്ക് മാറേണ്ടി വരും. തീർച്ചയായിട്ടും അദ്ദേഹം മാറും. വാടക വീട് എന്ന് പറയുന്നത് അതൊരു ഒരു താൽക്കാലിക സംരംഭം മാത്രമാണ്. ഞാൻ തിരുവനന്തപുരത്ത് എത്ര കാലം വാടക വീട്ടിൽ കഴിഞ്ഞ വ്യക്തിയാണ്. അത് പുതിയ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു വാടക വീട്ടിൽ നിന്ന് മറ്റൊരു വാടക വീട്ടിലേക്ക് മാറിയിട്ടുമുണ്ട്. ആ മാറ്റങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ സാധാരണ മനുഷ്യനാണല്ലോ അദ്ദേഹം. മുൻ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നേ ഉള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് പുതിയ വീട്ടിൽ, വാടക വീട്ടിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ കഴിയാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് പ്രതിപക്ഷ നേതൃസ്ഥാനമോ മറ്റെന്തെങ്കിലും ആണെങ്കിലും അതൊക്കെ തന്നെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അദ്ദേഹം മോഹൻലാലിനോട് പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ വളരെ നല്ല വാക്കുകളും അർത്ഥവത്തായ വാക്കുകളുമാണ് എന്നതിൽ തർക്കമില്ല.